ഗുഡ് ഈവനിംഗ്. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ നമ്മൾ ആരംഭിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ ആദ്യം പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. വള്ളികുന്നത്ത് മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കിയത് ഇന്നലെയാണ്. അന്വേഷണത്തിൽ പോലീസിന് മെല്ലെപ്പോക്കെന്നാണ് ഉയരുന്ന ആരോപണം. സ്ഥാപന പ്രതിനിധികളെ ചോദ്യം ചെയ്യാനോ പ്രതി ചേർക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. സംഭവത്തിൽ റിസർവ് ബാങ്ക് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വായ്പാ തിരിച്ചടവായ 672 രൂപ അടയ്ക്കാൻ 2 ദിവസം വൈകിയെന്നതിൻ്റെ പേരിൽ ഒരു ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നത് അത്ര ചെറിയ വാർത്തയല്ല. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ഭീഷണിയും മാനസിക പീഡനവും തുടർക്കഥയാകുന്ന ഇക്കാലത്ത് വിഷയത്തിൽ പോലീസ് സ്വീകരിക്കുന്ന മെല്ലെപ്പോക്കും ആശങ്ക ജനിപ്പിക്കുന്നതാണ്. വീട് പണി മുടങ്ങുമെന്ന സാഹചര്യത്തിലാണ് വള്ളികുന്നം സ്വദേശി ശശി ഗത്യന്തരമില്ലാതെ 1,10,000 രൂപ മൈക്രോ ഫിനാൻസിൽ നിന്ന് വായ്പ എടുക്കുന്നത്. ഒരു തിരിച്ചടവ് മുടങ്ങിയതോടെയായിരുന്നു ഭീഷണി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പിന്നീട് അനങ്ങിയില്ല. മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിനെതിരായ അന്വേഷണം ആദ്യ ദിവസം തന്നെ നിലച്ചു. അധികൃതർ ഫോൺ എടുക്കുന്നില്ലെന്നാണ് പോലീസ് കാരണമായി പറയുന്നത്. പോലീസിനെതിരെ CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സോളമൻ. ഗുണ്ടകളാണ് ഈ വീട്ടിലെത്തിയത്. ഒരു സാധാരണ കുടുംബത്തിന്റെ അത്താണിയാണ് പൊലിഞ്ഞിരിക്കുന്നത്. പോലീസ് ഇതുവരെ വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയത്തിന് വിരുദ്ധമാണത്. കൊട്ടേഷൻ സംഘങ്ങളെയും ബ്ലേഡ് കമ്പനികളെയും നിയന്ത്രിക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. ആ നിയമത്തിനനുസൃതമായ നടപടികൾ കൈക്കൊള്ളണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ തരുണത്തിൽ ആവശ്യപ്പെടാനുള്ളത്. കുടുംബം RBI ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് RBIയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരതയെക്കുറിച്ച് വിശദീകരിക്കുന്നു. മരം കയറ്റ തൊഴിലാളിയായിരുന്ന ശശിയുടെ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. മഴ ശക്തമായി പെയ്ത 2 മാസക്കാലം പണിയുണ്ടായില്ല. 672 രൂപ 2 ദിവസം വൈകിയതിന്റെ കാരണമിതെന്ന് കുടുംബം പറയുന്നു. രാവിലെ വീട്ടിലെത്തിയ മൈക്രോ ഫിനാൻസ് ജീവനക്കാർ വൈകുന്നേരം വരെ തുടർന്നു. ഭാര്യയെ വിളിക്കാൻ പോകണമെന്നാവശ്യപ്പെട്ട ശശിയെ തടഞ്ഞുവെച്ചു. നീണ്ട അധിക്ഷേപങ്ങൾക്കൊടുവിൽ കാശില്ലെങ്കിൽ തൂങ്ങിച്ചാവട എന്നും കളക്ഷൻ ഏജന്റ് പറഞ്ഞതായി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു. ഇതിനുശേഷം ശശിയെ ജീവനോടെ ആരും കണ്ടിട്ടില്ല. കേരളത്തിനകത്തും പുറത്തും 100 ബ്രാഞ്ചുകളുള്ള മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ആരെയും ഇതുവരെ ബന്ധപ്പെടാനായില്ലെന്ന പോലീസിന്റെ വിശദീകരണം മരണപ്പെട്ട ഗൃഹനാഥന്റെ കുടുംബത്തിനുള്ള മറുപടിയല്ല. വിഷയത്തിൽ ഇനിയെങ്കിലും പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ആലപ്പുഴയിൽ അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ ഗുരുതര ആരോപണമാണ് വീട്ടുകാരും നാട്ടുകാരും ഉന്നയിക്കുന്നത്. വീട്ടിൽ കയറി മോശമായി പെരുമാറിയതും ഭീഷണിപ്പെടുത്തിയതും ആത്മഹത്യയിലേക്ക് നയിച്ചു. മരിച്ച ശശിക്ക് നീതി ലഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വന്ന് 2 പേര് കൂടി സൈക്കിളിൽ നിന്നുള്ള മൽപ്പിടുത്തവാ കാണുന്നത്. കണ്ട് ആ വീണ് കഴിഞ്ഞിട്ട് ഓടി പെരെ കയറി കഥ കടച്ച് ഞാൻ വീട്ടിലോട്ട് കയറിപ്പോയി. എന്തുവന്നു എനിക്കറിയത്തില്ല. ഞാൻ വീട്ടിലോട്ട് കയറിപ്പോയി ഇച്ചിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഥകയിൽ തട്ടുന്ന ഒച്ച കേട്ട് ഞാൻ ഓടി വരുമ്പോൾ ശശി തൂങ്ങി നിൽക്കുന്ന രംഗമാ കാണുന്നത്. പാവപ്പെട്ട മനുഷ്യൻ അവരിൽ നിന്നും പൈസ എടുക്കുന്നു. വൻ പലിശയ്ക്കാണ് പൈസ എടുക്കുന്നത്. അത് അവർ നല്ലപോലെ മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണക്കാരായ വീട്ടു അമ്മമാരെ ആണ് ഇവർ കൂടുതലും ചൂഷണം ചെയ്യുന്നത്. സഞ്ചിയും തൂക്കി ഒരു ടൈ കെട്ടി ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവരറിയാൻ ഗുണ്ടകളാണ് എന്ന്. അപ്പോൾ ഇവരെ കടിഞ്ഞാനിടാനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ളൊരു. ഇവരെ ഈ പ്രതികളെ നമ്മൾ പോലീസ് പിടികൂടി അവർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരിടപെട്ട് ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീക്കുന്നതായിരിക്കും. ആ ധനകാര്യ സ്ഥാപനം അദ്ദേഹം ആത്മഹത്യ ചെയ്ത നിമിഷം മുതൽ അത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ നാടിന് മുഴുവനും അറിയാം അവർ കുറ്റക്കാരാണെന്നുള്ളത്. വെറും 672 രൂപ ഒറ്റത്തവണത്തെ അടവ് മുടങ്ങിയതിനാണ് ഓടിച്ചിട്ട് പിടുത്തവും വീടിനകത്ത് കയറി മണിക്കൂറുകൾ അധിക്ഷേപവും ആത്മഹത്യ ചെയ്യൂ എന്നുള്ള ആക്രോശവുമെല്ലാം. ഏതായാലും ഈ കൊള്ള സംഘങ്ങളെ പിടികൂടാൻ പോലീസ് ഇനിയും വൈകരുത്. കോഴിക്കോട് തെങ്ങിലക്കടവ് ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥ പൊതുജനം കഴുതയല്ല സാർ അധികൃതരുടെ ശ്രദ്ധയിലെത്തിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ചേർന്ന യോഗം
പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി. ക്യാൻസർ ചികിത്സയും അനുബന്ധ ഗവേഷണവും ഉറപ്പു നൽകി 2010 സർക്കാർ ഏറ്റെടുത്തതാണ് മാവൂർ തെങ്ങിലക്കടവിലെ 6.5 ഏക്കർ ഭൂമിയും ആശുപത്രി കെട്ടിടവും. ഡോക്ടർ ഹഫ്സദ് ഖാദർകുട്ടിയുടെ നേതൃത്വത്തിലുള്ള മലബാർ ക്യാൻസർ റിസർച്ച് ട്രസ്റ്റ് സർക്കാരിന് സൗജന്യമായി നൽകിയതാണ് ഭൂമിയും കെട്ടിടവും. ആദ്യഘട്ടത്തിൽ തലശ്ശേരി ക്യാൻസർ സെന്ററിന്റെ ഉപകേന്ദ്രമാക്കാനും തുടർന്ന് അത്യാധുനിക ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രം ആക്കാനുമായിരുന്നു തീരുമാനം. എന്നാൽ അതൊന്നും നടപ്പായില്ല. ഇതോടെ കെട്ടിടവും ഇവിടുത്തെ ഉപകരണങ്ങളും 1.5 പതിറ്റാണ്ടായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷയം 24ന്റെ ജനകീയ വാർത്താ പരിപാടിയായ പൊതുജനം കഴുതയില സർ ചർച്ച ചെയ്തിരുന്നു. വിഷയത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മേഖലാതല അവലോകന യോഗത്തിലെ തീരുമാനം. യോഗത്തിൽ തെങ്ങിലക്കടവ് ക്യാൻസർ ചികിത്സാ കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പു നൽകി. ചേവായൂരിലെ ഡെർമറ്റോളജി ആശുപത്രിയുടെ 20 ഏക്കർ ഭൂമിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയാ ആശുപത്രി ആരംഭിക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ ഉറപ്പിൽ മാത്രം കാര്യമില്ല, പ്രവൃത്തിയിലാണ് കാര്യം. മലബാറിലെ 100 കണക്കിന് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ആശ്രയമാകുന്ന ആശുപത്രി ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും ഇപ്പോഴത്തെ ആ ഉറപ്പ് തെങ്ങിലക്കടവിലെ ക്യാൻസർ ചികിത്സാ കേന്ദ്രം തുറന്ന് പ്രവർത്തിപ്പിക്കുന്ന നിലയിലേക്കുള്ള നടപടികളിലേക്ക് കടക്കട്ടെ. സംസ്ഥാനത്ത് വനമേഖലയ്ക്ക് സമീപമുള്ള ജനങ്ങളുടെ ഉറക്കം നഷ്ടമായിട്ട് നാളുകളായി. കാടിറങ്ങുന്ന മൃഗങ്ങൾ നാട്ടിലുണ്ടാക്കുന്ന നഷ്ടങ്ങളും ഭീഷണിയും ചെറുതല്ല. അത്തരം ആനക്കഥകളിലേക്കാണ്. രാവിലെ എറണാകുളം കോതമംഗലത്തിനടുത്തുള്ള കോട്ടപ്പടിയിൽ നിന്ന് വന്ന ദൃശ്യങ്ങൾ. കാട്ടാനയുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടാകരുന്ന മേഖലകളിൽ പോലും ഇതാണ് അവസ്ഥ. കിലോമീറ്റർ അകലെയുള്ള കാട്ടിൽ നിന്നിറങ്ങുന്ന വന്യമൃഗങ്ങൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതും ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നതും പതിവായി. തുരത്താനുള്ള RRT സംഘവും വനപാലകരും എണ്ണത്തിൽ ശുഷ്കവുമാണ്. പെരുമ്പാവൂരിന് സമീപമുള്ള വേങ്ങൂർ, അടിമാലിക്ക് സമീപം വെള്ളത്തൂവൽ, മാങ്കുളം എന്നിവിടങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന ഉണ്ടാക്കിയത് വലിയ പരിഭ്രാന്തി. വയനാട് മേപ്പാടി ഭാഗത്ത് ഇന്നലെ വൈകിട്ട് ഇറങ്ങിയ 2 കാട്ടാനകൾ പുലർച്ചെ വരെ തമ്പടിച്ചു. പ്രദേശത്തുണ്ടായിരുന്ന കൃഷി ആകെ തകർത്തു. എറണാകുളം നേര്യമംഗലത്തിന് സമീപം തട്ടേക്കാട്, ഭൂതത്താൻകെട്ട മേഖലകൾക്ക് സമീപം കിടങ്ങുകൾ മറികടന്ന് കാട്ടാന എത്തുന്ന സ്ഥിതിയാണ്. മൂന്നാറിൽ ഭീതി പരത്തുന്ന പടയപ്പ ഇന്ന് പുലർച്ചെ മുതൽ തോട്ടമേഖലയിൽ തന്നെയാണ്. ന്യൂ ഡിവിഷൻ മേഖലയിൽ ഇറങ്ങിയ പടയപ്പ പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ പശുവിനായി അരിഞ്ഞുവെച്ച പുല്ല് തിന്നുകയും ചെയ്തു. സഞ്ചാരികൾക്ക് കൗതുകം സമ്മാനിച്ച പടയപ്പ ഇപ്പോൾ പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്നത് ഭീതി. മൂന്നാർ DFO അടക്കമുള്ളവരോട് സംസാരിച്ചിട്ടും കാട്ടാന ശല്യത്തിന് ഹൈറേഞ്ച് മേഖലയിൽ പരിഹാരമുണ്ടാകുന്നില്ല. അതിരപ്പള്ളി, വാഴച്ചാൽ മേഖലയിലും സ്ഥിതി മറിച്ചല്ല. വനാതിർത്തിയോട് ചേർന്ന മേഖലകളിൽ ആനകളെ ആകർഷിക്കുന്ന കൃഷി പാടില്ല എന്ന സർക്കുലർ മാത്രമാണ് വനം വകുപ്പ് അടുത്ത കാലത്ത് പുറത്തിറക്കിയത്. RRT സംഘത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനോ കിടങ്ങുകൾ സ്ഥാപിക്കാനോ ഇപ്പോഴും അധികാരികൾ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. വേനലിൽ രൂക്ഷമായിരുന്ന വന്യജീവി സംഘർഷം അയവില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. വിരൽ ചൂണ്ടുന്നതോ വനം വകുപ്പിലേക്കും. 24 തൊടുപുഴ. മഴക്കാലമായതോടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ബാധിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. പ്രതിദിന പനിബാധിതരുടെ എണ്ണം 10,000-ന് മുകളിൽ എത്തിയിരിക്കുന്നു. ഡെങ്കിപ്പനി, എലിപ്പനി മരണങ്ങളിലും വർധനയുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയത് പകർച്ചവ്യാധികൾ കൂടാൻ ഇടയാക്കിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് ആനുപാതികമായി ജീവനക്കാരില്ലാത്തതും തിരിച്ചടിയാണ്. കാലവർഷം എത്തിയ ശേഷമാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പലപ്പോഴും മഴക്കാലപൂർവ്വ ശുചീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും. അതിൻ്റെ പരിണിത ഫലമാണ് വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധി വ്യാപനം. ആരോഗ്യവകുപ്പ് തന്നെ പുറത്തുവിട്ട പകർച്ചവ്യാധി വ്യാപനവും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. പല ജില്ലകളിലും പ്രതിദിനം 1000-ന് മുകളിൽ രോഗികൾ പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിലെത്തുന്നു. വൈറൽ പനിക്കൊപ്പം ഡെങ്കിയും എലിപ്പനിയും പടരുന്നു. ഒരു മാസത്തിനിടെ ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടിയത് 1951 രോഗികൾ. 7394 പേർക്ക് ഡെങ്കിപ്പനി സംശയിക്കുന്നു. 10 മരണങ്ങളും ഡെങ്കിപ്പനി മൂലമുണ്ടായി. ഒരു മാസത്തിനിടെ 381 പേർക്ക് എലിപ്പനി പിടിപെട്ടപ്പോൾ 22 മരണം സ്ഥിരീകരിച്ചു. 16 പേർ മരിച്ചത് എലിപ്പനി മൂലമാണെന്ന് സംശയിക്കുന്നു. ഒരു മാസത്തിനിടെ പനി ബാധിച്ച് മരിച്ചത് 55 പേർ. 6 മാസത്തിനിടെ 12 ലക്ഷത്തിലധികം ആളുകൾക്കാണ് പനി ബാധിച്ചത്. 1126 മഞ്ഞപ്പിത്ത കേസുകൾ സ്ഥിരീകരിച്ചപ്പോൾ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതും പകർച്ചവ്യാധി പ്രതിരോധത്തെ താളം തെറ്റിച്ചു. രോഗികളുടെ എണ്ണം കൂടുതലായിട്ടും ഒട്ടുമിക്ക ജില്ലകളിലെയും സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര ജീവനക്കാരില്ല. ഇതും രോഗികളെ കൂടുതലായി വലയ്ക്കുന്നു.
മഴ ശക്തിപ്പെട്ടാൽ ഡെങ്കിയും എലിപ്പനിയും വീണ്ടും കൂടുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മഴ കനത്തതോടെ നെഞ്ചിൽ തീയാളുന്ന കുറച്ച് മനുഷ്യരുണ്ട് കേരളത്തിന്റെ വടക്കേ അറ്റത്ത്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, തൃക്കണ്ണാട്, അജാനൂർ മേഖലകളിൽ കടൽക്ഷോഭം ശക്തമായതോടെ തീരങ്ങൾ കടലിലെടുത്തു. അവരുടെ ദുരിതക്കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം ശക്തമാവുകയാണ്. മഞ്ചേശ്വരത്തെ കണ്ണുതീർത്ത പാർക്ക് കടൽക്ഷോഭത്താൽ പൂർണ്ണമായും ഒലിച്ചുപോയി. ഇവിടെ തീരദേശ ജനത ദുരിതത്തിലാണ്. ജില്ലയിൽ കടൽക്ഷോഭത്താൽ വലയുകയാണ് തീരദേശ ജനത. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന മഞ്ചേശ്വരം തീരത്ത് 1 കിലോമീറ്ററോളം കര കടലെടുത്തു. തീരദേശ അതിർത്തിയിൽ കർണാടക സർക്കാർ ബ്രേക്ക് വാട്ടർ ഭിത്തി സ്ഥാപിച്ചതാണ് മഞ്ചേശ്വരം മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമാവാൻ കാരണം. അജാനൂർ, തൃക്കണ്ണാട്, മഞ്ചേശ്വരം മേഖലയിലെ തീരദേശ ജനത ദുരിതത്തിലാണ്. നാളികൊള്ളത്തിൽ ഇവിടെ കടൽ കുറയ്ക്കുന്നു. എല്ലാ പാർട്ടിക്കാരും വന്ന് നോക്കിയിട്ട് പോകുന്നല്ലാതെ ഒരു പണി കൂടുതൽ ഒന്നും തടകോടെ ആക്കുന്നില്ല. അവിടെ എൻ്റെ പുറയുണ്ട്. പുറ പോണി എല്ലാ തെങ്ങ് പോയി, എല്ലാം പോയി. അതിനുള്ളിൽ ചെല്ലിട്ട് ഞങ്ങൾക്കൊരു തടം ഇത് കൂടെ ആക്കിയിട്ട് തരണം ചൊല്ലിട്ട് ഗവൺമെൻറ്റിൽ ഞങ്ങൾ ചെല്ലുന്നു. മഞ്ചേശ്വരം കണ്ണുതീർത്ത പാർക്കിലാണ് കടൽക്ഷോഭം മൂലമുണ്ടായ പ്രശ്നങ്ങൾ കൂടുതൽ പ്രതിഫലിക്കുന്നത്. ബീച്ച് പൂർണ്ണമായും കടലെടുത്തു. 1.5 കോടിയോളം രൂപ ചെലവിൽ പാർക്ക് നിർമ്മിക്കുമ്പോൾ കടൽ ഭിത്തി വേണമെന്ന കാര്യം ഉദ്യോഗസ്ഥർക്കറിയില്ലേ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഈ 1.25 കോടി രൂപ ചെലവാക്കുന്നതിന് മുമ്പ് ഇവിടെ സുശക്തമായ കടൽ ഭിത്തി നിർമ്മിച്ചിരുന്നെങ്കിൽ ഈ പാർക്ക് യാതൊരു കാരണവശാലും കടലെടുത്തുകൊണ്ട് പോവില്ലായിരുന്നു. മാത്രമല്ല റോഡ് മൊത്തം പോയി. ഇവിടെ 120-120ഓളം കുടുംബങ്ങളുണ്ട്. റോഡ് പോയി. ഇതിപ്പോൾ കർണാടകത്തിലെ അവരുടെ അതിർത്തിയിൽ അവർ ബ്രേക്ക് വാട്ടർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കടൽ ഇത്രയും രൂക്ഷമായി ഇങ്ങോട്ട് അടിച്ചു കയറാൻ കാര്യം. അവിടുന്ന് ഒരു പ്രിവെൻറ്റീവ് മെഷറാണ് അവർ നടത്തിയിരിക്കുന്നത്. അതുപോലെ അപ്പുറത്തും ഒരു ബ്രേക്ക് വാട്ടർ വന്നുകൊണ്ട് മുസോഡിക്ക് അപ്പുറത്തോട്ടും ഇതേപോലെ രൂക്ഷമായ കടലാക്രമണം നടക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ഭിത്തി വളച്ച് ഈ ഭാഗത്തോടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവിടെ കടൽ കയറത്തില്ല, ഈ പാർക്ക് നിലനിർത്താമായിരുന്നു. യാതൊരു വിധമായ ദീർഘവീക്ഷണവുമില്ലാതാണ് ഈ 1.25 കോടി രൂപ കൊണ്ട് കടലിൽ കളഞ്ഞത്. കണ്ണുതീർത്ത മേഖലയിലെ തീരദേശ റോഡ് ഭാഗികമായി തകർന്നിട്ടുണ്ട്. 150ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള ടാങ്കും ഏത് നിമിഷവും നിലംപൊത്തുമെന്ന അവസ്ഥയിലാണ്. 4 വർഷമായി പ്രദേശത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇനി ഇവർ താമസിക്കുന്ന വീട് മാത്രമാണ് കടലെടുക്കാൻ ബാക്കി. 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാർക്കാണ് പൂർണ്ണമായും കടലെടുത്തത്. പാർക്ക് നിർമ്മിക്കുന്നതിന് മുൻപ് കടൽ ഭിത്തി നിർമ്മിക്കണമായിരുന്നു. പക്ഷേ അധികൃതർ അത് ചെയ്തില്ല. ഖജനാവിനുണ്ടായ നഷ്ടം ആര് നികത്തും? അരുൺ പാറയ്ക്കൽ, 24, കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. കോടികളുടെ പാർക്ക് ഏതായാലും കടലെടുത്തു. ഇനി അത് കടന്ന് വഴിയും കടന്ന് അപ്പുറത്ത് വെള്ളവും വീടുമൊക്കെ നഷ്ടമാകുമെന്നാണ് ആ തീരത്തുള്ളവരുടെ ആശങ്ക. ഒരു 50 മീറ്ററോളം ഉള്ളിൽ കടൽ ഭിത്തി എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം നല്ല സുഖമായിട്ട്, കാരണം ഒരുപാട് ഫിഷറീസ് മേഖലയാണിത്, പാവങ്ങൾ ജീവിക്കുന്ന മേഖലകളാണ്. അപ്പം അതിന് തക്കതായ ഒരു പരിഹാരം കാണേണ്ട അത്യാവശ്യമാണ്. കാരണം ഇത്ര ജീവനും ജീവിതത്തിനും ഇവിടെ ഭീഷണിയാണ്. ഇനി 2 ആഴ്ച മഴ വന്നു കഴിഞ്ഞാൽ ഈ വീടെല്ലാം പിന്നെ ഇവിടെ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തോളം എത്തും. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ഇതിനൊരു പരിഹാരം കാണണം. 4 കൊല്ലം ആടെ കർണാടക ആ ബ്രേക്ക് വാട്ടർ ചെയ്ത പിന്നെ നമ്മളെ കടൽ കോരത്തെ തന്നെ കടൽ കലിക്കുന്നത്. അപ്പോൾ ഈ 3 കൊല്ലത്തിൽ ഇവിടെ എന്തോ ആര് വന്നിട്ടും എന്തു സംഭവിച്ചില്ല. ആൾക്കാർ വരുന്ന് നോക്കുന്നു പോകുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ വീട്ടുകാർക്കെല്ലാം ഭീഷണി. ഈ കടൽ റോഡ് പോയി. ഇപ്പോൾ അടുക്കടുക്ക വീടുണ്ട്, 150-200ഓളം വീടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ടാങ്കി ഉണ്ട്. ഇതെല്ലാം ഈ 150 വീടുകാർക്ക് ഇതിൽ നിന്ന് വെള്ളം പോകുന്നത്. ഇതിപ്പോൾ ഒരു കുറച്ചും ദിവസം ആകുമ്പോൾ ഈ വെള്ളനും പോകും. എല്ലാം ഫിഷർമാൻ, 250 വീട് ഫിഷർമാനാണ് ഇവിടെ. അപ്പോൾ ഈ വെള്ളനും പോയാൽ ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്ന വലിയ വങ്ങത്തിലാവും. അങ്ങനെ ഭാര്യ കഷ്ടത്തിലുണ്ട്. അങ്ങനെ നമുക്ക് ഒരു 4 കൊല്ലം ഇവിടെ കർണാടകയിൽ ബ്രേക്ക് വാട്ടറിൽ ചെയ്യുന്ന പിന്നെ ഇവിടെ കടൽ 200-300 കിലോമീറ്റർ മുമ്പോട്ട് വന്നിട്ട് പല പ്രശ്നമാണ്. അങ്ങനെ ആകുമ്പോൾ ഗവൺമെൻറ് പെട്ടെന്ന് ഒരു നല്ലൊരു തീരുമാനം എടുത്തിട്ട് ഈ കണ്ണുതീർത്ത ബീച്ചിനും ഈ നമ്മുടെ നാട്ടുകാരും രക്ഷണ ആക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ.
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റയാളുടെ ശസ്ത്രക്രിയ വൈകിയതായി പരാതി. ഇന്നലെ രാവിലെ അപകടത്തിൽപ്പെട്ട കുഞ്ഞികൃഷ്ണൻ എന്ന 68-കാരന്റെ ശസ്ത്രക്രിയയാണ് വൈകിയത്. ശസ്ത്രക്രിയ വൈകിയതോടെ ഡിസ്ചാർജ് വാങ്ങിപ്പോയെന്ന് മകൻ പറഞ്ഞു. അച്ഛനെ ഇന്നലെ പുലർച്ചെ 5 മണിക്ക് അങ്ങനെ പത്രം ഇടാറുണ്ട്. പത്രം ഇടുന്ന ടൈമിന് റോഡിലൂടെ നടക്കുമ്പോൾ ഒരു വണ്ടി വന്ന് അടിക്കുമായിരുന്നു. അപ്പോൾ ഇടിച്ചിട്ട് തെറിപ്പിച്ചതിന് ശേഷം അവർ അവിടെ നിർത്തുകയും പിന്നീട് അവരെ നോക്കുകയും എന്നതിന് ശേഷം വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ വരെ എത്തിച്ചിട്ടില്ല. അപ്പോൾ സർജറി ഡിലേ ആകുന്നതുകൊണ്ട് മൂപ്പര് വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. നാളെ എന്നാണ് പറയുന്നത്. ഇന്ന് ചോദിച്ചപ്പോൾ അനസ്തേഷ്യ ഡോക്ടർക്ക് റെഫർ ചെയ്തു. അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് നാളെ ഡേറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ഡേറ്റ് കിട്ടുകയുള്ളൂ, അത് നാളെ ആവില്ല മറ്റന്നാളാവില്ല എന്നാണ് പറഞ്ഞത്. എപ്പോൾ സർജറി ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ഇതുവരെ ഡേറ്റ് തന്നിട്ടില്ല. നിഖിൽ പ്രമേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. നിഖിൽ, ഒരു അടിയന്തര സർജറി നിർദ്ദേശിച്ചിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഇത് വൈകിയതെന്ന് മെഡിക്കൽ കോളേജ് കുടുംബത്തോട്, ബന്ധുക്കളോട്, മകനോടൊക്കെ പറഞ്ഞത്? അക്കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ കുടുംബത്തിന് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൂഗിൾ ഇന്നലെ രാവിലെ ഏതാണ്ട് 5:30 മണിയോടുകൂടിയാണ് ഇദ്ദേഹത്തിന് ഈ വാഹനാപകടം ഉണ്ടാവുന്നത്. ഇദ്ദേഹം പത്രം നൽകാൻ വേണ്ടി പോകുന്നതിനിടെ ഒരു ലോറി വന്ന് ഇദ്ദേഹത്തെ ഇടിക്കുകയും തുടർന്ന് അവർ നിർത്താതെ പോവുകയുമായിരുന്നു. തുടർന്ന് മറ്റു ബന്ധുക്കളും മറ്റുമാണ് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. കാര്യമായി തന്നെ ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് 10 സ്റ്റിച്ചുണ്ട്, 2 ഇടങ്ങളിൽ പൊട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശസ്ത്രക്രിയ എത്രയും വേഗം നടത്തേണ്ടതുണ്ട് എന്ന് ഇദ്ദേഹത്തെ പരിചരിച്ച ഡോക്ടർ തന്നെയാണ് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇതുവരെയും ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഈ നിമിഷം വരെയും അദ്ദേഹത്തെ സർജറി ചെയ്തിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുടക്കല്ലൂരിലെ MMC ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റഫർ ചെയ്തിട്ടുള്ളത്. ഈ കുടുംബം ചോദിക്കുമ്പോൾ ഈ അനസ്തേഷ്യ ഡോക്ടർ നിലവിലില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് സർജറി സാധ്യമാകില്ല, എപ്പോൾ സാധ്യമാകുമെന്നുള്ള കാര്യം ഇപ്പോൾ പറയാനാകില്ല എന്നുമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ള മറുപടി. ഇതിനെ തുടർന്നാണ് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് പെരുമ്പാവൂർ മുടക്കുഴ പഞ്ചായത്തിലെ 15ഓളം കുടുംബങ്ങൾ. കഴിഞ്ഞ വർഷത്തെ മഴയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണിത്. അന്ന് അധികൃതർ എത്തി സ്ഥലം സന്ദർശിച്ച് മടങ്ങിയെങ്കിലും പരിഹാരമുണ്ടായില്ല. ഇവരെ സംരക്ഷിക്കാൻ അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് പെരുമ്പാവൂർ മുടക്കുഴ പഞ്ചായത്തിലെ ഇളമ്പകപ്പിള്ളി. പ്രദേശത്തെ 15ഓളം കുടുംബങ്ങൾ ഇപ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. ഉയർന്ന പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പാറയും മണ്ണും താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50 അടിയിലധികം ഉയരത്തിലുള്ള മൺതിട്ടയുടെ മുകൾ ഭാഗത്തും താഴെയും വീടുകളുണ്ട്. ഇന്നലെ രാത്രിയിലും ഇവിടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ അനുഭവപ്പെട്ടു. ഇടിഞ്ഞു വീഴുന്ന ഭാഗത്തോടൊപ്പമുള്ള കൂറ്റൻ കല്ലുകൾ തങ്ങളുടെ വീടുകളിൽ വന്ന് പതിക്കുമോ എന്ന പേടിയിലാണ് നാട്ടുകാർ. കുട്ടികളെയടക്കം ചേർത്ത് ഭയന്ന് വിറച്ചാണ് കഴിയുന്നതെന്ന് ഇവിടത്തെ വീട്ടുകാർ പറയുന്നു. എത്ര വേഗം ഞങ്ങൾക്ക് ഇത് ഒന്നിലെ മണ്ണ് മാറ്റി തരുമോ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും മണ്ണ് ചാടാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തു തന്നാൽ വളരെ ഉപകാരം. ഇവിടെ ചെറിയ കുഞ്ഞു പിള്ളേരെ വെച്ച് ഞങ്ങൾ താമസിക്കുന്ന വീടുകളാണ്. ഈ കുഞ്ഞു കൊച്ചിനെ വെറുതെ രാത്രിയിലാണ് എങ്ങോട്ട് എടുത്തുകൊണ്ട് ഓടി ഞങ്ങള്. അതുകൊണ്ടുള്ള പേടി കൊണ്ടാണ്. അതെങ്ങനെയും അത് ഞങ്ങൾക്കത് മണ്ണെടുത്ത് മാറ്റി തന്നാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരം. കഴിഞ്ഞ വർഷം മഴയിൽ ഈ പ്രദേശത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായതാണ്. അന്ന് റവന്യൂ വിഭാഗവും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു മടങ്ങിയെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരവും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഏത് സമയവും മണ്ണിടിഞ്ഞ് കരിങ്കല്ലുകൾ ഉരുണ്ട് താഴേക്ക് പതിക്കുന്ന അവസ്ഥയിലാണുള്ളത്. എല്ലാ സ്ഥലത്തും അപേക്ഷ കൊടുക്കുകയും പരാതി കൊടുക്കുകയും ഇവരെല്ലാ ഉദ്യോഗസ്ഥന്മാരും നേരിൽ വന്ന് സ്ഥലം കാണുകയും ചെയ്തിട്ടുള്ളതാണ്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് വരെ വന്നിട്ട് പോയി. പക്ഷേ സാങ്കേതികത്വം പറഞ്ഞ് ഇതിന് മണ്ണെടുക്കാൻ കഴിയില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാരെടുക്കുന്ന മറുപടി എപ്പോഴും കിട്ടുന്നത്. ഉയർന്ന പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്താൽ മണ്ണിടിച്ചിൽ ഭീഷണിക്ക് പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ അതിന് റവന്യൂ വിഭാഗത്തിന്റെയോ മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗത്തിന്റെയോ അനുമതി വേണം. ഇവിടെ കഴിയുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാലവർഷം ശക്തിയാർജിച്ചാൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങൾ എറണാകുളം ജില്ലയിൽ ഇത് വ്യാപകമാവുകയാണ്. വലിയൊരു വിപത്ത് വരുന്നതിനേക്കാൾ മുൻപ് നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ക്യാമറമാൻ സ്വാതിക്കൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇതോടെ പൊതുജനം കഴുതയല്ല സാർ പൂർണ്ണമാകുന്നു. 24 റൗണ്ട് അപ്പിന്റെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം TK റീജിത്ത് എത്തും. നമസ്കാരം.